ഗൈസ്, ഇവിടെ ഇപ്പം ഞാൻ എന്താ പറയാ? സത്യം പറയലോ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല. എൻ്റെ കയ്യിലേ ഒരു കാർ ഉണ്ടായിരുന്നു. അതൊരു ഡയമണ്ടിന്റെ ഹമ്മറാ. ആ കാറ് ഞാൻ ദേ ഈ കാണുന്ന മാജിക്കൽ പെയിന്റിംഗ് ബോർഡ് ഇല്ലേ, അതിൽ നിന്നാണ് വരച്ചേ. ഞാൻ ആ വണ്ടി വരച്ചു, അത് റിയൽ ലൈഫിൽ കൊണ്ടുവന്നു. എന്നിട്ട് ലോസ് ആൻഡോസിലേക്ക് ജസ്റ്റ് ഒന്ന് പോയതാ കറങ്ങാനായിട്ട്. അന്നേരം എന്താണ്ടായേ? പോലീസുകാർ എന്നെ ചെക്കിങ്ങിന് പിടിച്ചു. അവർ എന്നിട്ട് ആ വണ്ടി എടുത്തോണ്ട് പോയി, നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവർ പറയാ എൻ്റെ വണ്ടി ഫുള്ളി മോഡിഫൈഡ് ആണ്. അത് പോട്ടെ, എൻ്റെ വണ്ടിയിലാണെങ്കിൽ ബുക്കും പേപ്പറും ഉണ്ടായിരുന്നില്ല. ഈ മാജിക്കൽ പെയിന്റിംഗ് ബോർഡിൽ വരച്ച വണ്ടിയാ, അതിലെന്തായാലും ബുക്കും പേപ്പറും ഉണ്ടാവില്ല. പോലീസുകാർ ആ വണ്ടി അങ്ങ് കൊണ്ടുപോയി. ഫ്രാങ്ക്ലിനാ, അതിനിപ്പോ എന്താ? അത് പോണെങ്കി പോട്ടെ. നമ്മുടെ കയ്യില് മാജിക്കൽ പെയിന്റിംഗ് ബോർഡ് ഉണ്ടല്ലോ. ഇതില് ഒരു പുതിയ വണ്ടി അങ്ങ് വരയ്ക്കുക. അതൊക്കെ അത്ര ഉള്ളൂ. മറ്റേത് പോണെങ്കി പോട്ടെ. എടാ ഷിൻചാനെ, നീ പറഞ്ഞത് കറക്റ്റാ. നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ വണ്ടി വരയ്ക്കാം. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യണില്ല. ഞാൻ പുതിയ വണ്ടി വരയ്ക്കണില്ല. ഏ, പുതിയ വണ്ടി വരയ്ക്കണില്ലേ? അണ്ണനപ്പോ ഒന്ന് ചെയ്യാൻ പോണേ? ആ മറ്റേ വണ്ടി അടിച്ചു മാറ്റാൻ പോവാണോ? ആടെ പിഞ്ചാനെ, ആ ഹമ്മർ ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പോവാ. എന്താണാവോ, അത് അവിടെ നിന്ന് അടിച്ചു മാറ്റിയില്ലെങ്കിലേ ഒരു സമാധാനം കിട്ടില്ല. പിന്നെ ആ കാറ് ഞാനാണ് അടിച്ചു മാറ്റണേന്ന് ഒരാളും മനസ്സിലാവാൻ പാടില്ല. അതുകൊണ്ട് ഞാനേ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഞാനൊരു പോലീസായിട്ട് മാറാൻ പോവാ. അതിപ്പോൾ മാജിക്കൽ പെയിന്റിംഗ് ബോർഡ് വഴി ചെയ്യാൻ പറ്റൂ. ഞാൻ ആ ബോർഡിലെ ഒരു പോലീസിന്റെ കോസ്റ്റ്യൂമും പിന്നെ പോലീസിന്റെ കാറും വരയ്ക്കും. അന്നേരം ഞാൻ ഒരു പോലീസുകാരനായിട്ട് മാറും. എന്നിട്ട് പോയിട്ട് ആ കാർ അടിച്ചു മാറ്റും. ഫ്രാങ്ക്ലിനാ, ഈ ഐഡിയ കൊള്ളാം. ഇങ്ങനെ ചെയ്താലേ ഒരാൾക്കും മനസ്സിലാവില്ല അണ്ണനാണ് ആ കാർ അടിച്ചു മാറ്റിയെന്ന്. ആടെ പിഞ്ചാനെ, അതിന് ഞാൻ ചെയ്യാൻ പോണേ. എന്നാ പിന്നെ നമുക്കേ ഒരു പോലീസിന്റെ കോസ്റ്റ്യൂമും പിന്നെ പോലീസിന്റെ കാറും വരയ്ക്കാം. നമുക്കപ്പോൾ ആദ്യം ഒരു പോലീസിന്റെ കോസ്റ്റ്യൂം വരയ്ക്കാം. ഇവിടത്തെ പോലീസ് ഡ്രസ്സിന്റെ കളറ് ബ്ലൂ ആണ്, ഒരു ഡാർക്ക് ബ്ലൂ കളറാ. നേരെ മറിച്ച് ഇന്ത്യയിലാണെങ്കിൽ കാക്കിയാണ്, ഒരു ബ്രൗൺ കളർ പോലെയാ. നമുക്കപ്പോൾ നീല കളറിൽ ഒരു കോസ്റ്റ്യൂം വരയ്ക്കാം. ഞാനിവിടെ പോലീസിന്റെ ഹാറ്റ് വരച്ചു. ഇനി എൻ്റെ ഫേസ് വരയ്ക്കാം. ഇത് കറക്റ്റ് എൻ്റെ ഫേസ് ആവില്ല, ആരുടെങ്കിലുമൊക്കെ ഫേസ് വരച്ചാൽ മതി. നമുക്ക് കോസ്റ്റ്യൂം വേണ്ടേ? ഓക്കെ, ഇവിടെ ഞാൻ ഫേസൊക്കെ വരച്ചു. ഞാൻ പിന്നെ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടുണ്ട്, കിടന്നോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ബോഡി വരയ്ക്കാം. അയ്യോ, ഇതെന്തുണ്ടായേ? ബോഡി വണ്ണം കുറഞ്ഞ, കൈ വലുതായേ. നമുക്ക് ശരിയാക്കാം. ഇനി നമുക്ക് നീല കളർ ഡ്രസ്സ് വരയ്ക്കാം. ടൈ ഉണ്ടാവോ പോലീസിന്? ഇവിടുത്തെ പോലീസുകാർ ടൈ ഇടും. നമുക്കപ്പോൾ ഒരു ടൈയും വരയ്ക്കാം. ഓക്കെ, നമ്മളങ്ങനെ പോലീസിൻ്റെ ഡ്രസ്സൊക്കെ വരച്ചു. ഇനി കളർ കൊടുക്കാം. ഇവിടെ നീല കളർ കൊടുത്തു. ബാക്കി സ്ഥലത്ത് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. കൂളിംഗ് ഗ്ലാസ്സൊക്കെ ബ്ലാക്ക് മതി. അങ്ങനെ പോലീസിൻ്റെ ഔട്ട്ഫിറ്റ് റെഡി ആക്കുക. ഇനി നമുക്കേ ഒരു പോലീസിൻ്റെ കാറും വരയ്ക്കണം. കാറിപ്പോൾ ഏത് കാറായാലും കുഴപ്പമില്ല, സൂപ്പർ കാറൊന്നും വേണ്ട, ഒരു സാധാ കാറ് മതിയാവും. ഇവിടെ നമ്മൾ ഒരു പോലീസിൻ്റെ കാറും വരച്ചു. ഒരു തട്ടിക്കൂട്ട് കാറ് എങ്ങനെ വേണമെങ്കിലും വരച്ചാൽ മതി. മാജിക്കൽ പെയിന്റിംഗ് ബോർഡിൽ പിന്നെ AI ഫീച്ചേഴ്സ് ഉണ്ട്, അവർക്കത് മനസ്സിലാവും. നല്ലൊരു പോലീസിൻ്റെ വണ്ടി കൊണ്ടുവരും. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഈ പോലീസിൻ്റെ കാറും പിന്നെ പോലീസിൻ്റെ ഔട്ട്ഫിറ്റും ഇത് രണ്ടും റിയൽ ലൈഫിൽ കൊണ്ടുവരാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ഇത് രണ്ടും റിയൽ ലൈഫിൽ കൊണ്ടുവരാം. 3, 2, 1, ലെറ്റ്സ് ഗോ. എന്തായി? എടാ ഷിൻചാനെ പിഞ്ചാനെ, ഇത് നോക്കിയേ, എനിക്കിവിടെ പോലീസിന്റെ ഔട്ട്ഫിറ്റ് കിട്ടിയേക്കാ. ഫ്രാങ്ക്ലിനാ, ഇത് കൊള്ളാലോ. ഇപ്പൊ അണ്ണനെ കണ്ടാലേ കറക്റ്റ് ഒരു പോലീസുകാരനാണെന്ന് പറയുള്ളൂ. ആടെ പിഞ്ചാനെ, എന്നെ കണ്ടു കഴിഞ്ഞാ കറക്റ്റ് ഒരു പോലീസുകാരനെന്ന് പറയുള്ളൂ. എനിക്ക് പിന്നെ പോലീസിന്റെ കാറും കിട്ടി. ഇത് പിന്നെ ഒരു സാധാ കാറാ, വലിയ ലക്ഷറി കാറൊന്നുമല്ല. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു സാധാ കാറ് മതി. ഞാൻ പിന്നെ സൈറണൊക്കെ ഓണാക്കിയിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ സൈഡ് തരുമെന്ന് വിചാരിക്കണു. ഇനിയിപ്പോൾ നമുക്കേ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. നമ്മുടെ ലോസ് ആൻഡോസിൽ പക്ഷേ ഇഷ്ടം പോലെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്.
ലോസ് ആൻഡോസിൽ 2-3 പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഏത് സ്റ്റേഷനിലാണോ എൻ്റെ വണ്ടി ഇരിക്കണേ? നമുക്ക് എല്ലായിടത്തും കയറി നോക്കി നോക്കാം. നമുക്ക് ആദ്യമേ ലോസ് ആൻഡോസിലെ മെയിൻ പോലീസ് സ്റ്റേഷനിൽ പോവാം. ചിലപ്പോൾ എൻ്റെ വണ്ടി അവിടെ ഇരിക്കും ഉണ്ടാവുക. നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ലോസ് ആൻഡോസിലെ മെയിൻ പോലീസ് സ്റ്റേഷനിൽ വന്നേക്കാം. എൻ്റെ വണ്ടി ഇവിടെ ഉണ്ടോയെന്ന് നോക്കി നോക്കാം. അവിടെ പിന്നെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. അവിടെ ചായ കുടിക്കുക. അല്ല, നിങ്ങൾ ആരാണ്? ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ല. പുതിയ ആളാണോ? ഏയ്, ഞാൻ പുതിയ ആളൊന്നല്ല. പോലീസിൽ കയറിയിട്ട് 2-3 കൊല്ലായി. ആ വൈൻബോർഡിലത്തെ പോലീസ് സ്റ്റേഷനില്ലേ, അവിടുത്തെ ഇൻസ്പെക്ടറാ. സാറേ, അത് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നിങ്ങൾ നേരത്തെ ഒരു വണ്ടി പിടിച്ചില്ലേ, ഒരു ഡയമണ്ടിൻ്റെ ഹമ്മർ. അതെനിക്ക് ആവശ്യമുണ്ട്. ഗവൺമെൻറ് നമുക്ക് ഒരു ഓർഡർ തന്നേക്കാ ആ വണ്ടി സ്ക്രാപ്പ് ചെയ്ത് കളയാനായിട്ട്. എനിക്കപ്പോൾ ഹമ്മർ വേണം. ഹമ്മറാ? അത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലല്ലേ ഉള്ളത്? നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ താക്കോല് പക്ഷേ നമ്മുടെ കയ്യിലാ. ആ, അതെനിക്കറിയാം. ആ താക്കോല് പേടിക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. തൽക്കാലം ആ താക്കോല് തന്നേക്ക്. Meanwhile, ഓക്കെ, നമുക്കങ്ങനെ താക്കോലൊക്കെ കിട്ടിയേക്കാ. ഇനിയിപ്പോൾ നമുക്കേ ആ വൈൻബോർഡിലത്തെ പോലീസ് സ്റ്റേഷനില്ലേ, അങ്ങോട്ടേക്ക് പോവാം. അവിടെയാണ് എൻ്റെ ഹമ്മർ ഉള്ളത്. അങ്ങോട്ടേക്ക് ആദ്യം പോയാൽ മതിയായിരുന്നു. ഏയ്, അപ്പോഴും കാര്യമില്ല. താക്കോല് ഇവിടെ ഉള്ളേ. താക്കോലുണ്ടെങ്കിൽ ആ കാർ കിട്ടിയിട്ട് കാര്യമുള്ളൂ. എന്നാലും ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തേ? താക്കോല് ഒരു പോലീസ് സ്റ്റേഷനിൽ, കാറ് വേറെ സ്റ്റേഷനിൽ. എന്തെങ്കിലും ആവട്ടെ. എന്നിട്ടായാലും നമുക്ക് രണ്ടും കിട്ടാൻ പോവാ. ഓക്കെ, അപ്പോൾ ഇതാണ് വൈൻവുഡ് പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ പാർക്കിങ്ങിലാ ആ കാറുണ്ടെന്ന് പറഞ്ഞ്. ഇതാണ് ഇവിടുത്തെ പാർക്കിങ്. നമുക്കിനി ആ പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ കയറണം. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാ? അപ്പുറത്താന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. നമുക്കപ്പോൾ അകത്തേക്ക് കയറാം. ആ കാറ് ശരിക്കും ഇവിടെ ഇല്ലേ? ആ പോലീസുകാരൻ നമ്മളെ പറ്റിക്കുന്നില്ലല്ലോ. അവർക്ക് പക്ഷേ മനസ്സിലായില്ല ഞാൻ ഫേക്ക് പോലീസാന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കപ്പോൾ ഏതായാലും ഇതിൻ്റെ മേലേക്ക് കയറാം. ഗൈസ്, അങ്ങോട്ടേക്ക് നോക്കിയേ. അതാണ് എൻ്റെ ഹമ്മർ. നമുക്കങ്ങനെ നമ്മുടെ വണ്ടി തിരിച്ചിട്ടേക്കാം. ഈ പോലീസിൻ്റെ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്കിതാണ് വേണ്ടേ. ഈ വണ്ടിയാണ് ഞാൻ മാജിക്കൽ പെയിന്റിംഗ് ബോർഡ് വഴി വരച്ചേ. സംഭവം നൈസ് വണ്ടിയാ, ഒരു രക്ഷയില്ല. ഈ വണ്ടി പിന്നെ പെടയായിട്ട് ഓഫ് റോഡൊക്കെ പോവേ. എനിക്ക് ഈ വണ്ടിയില്ലേ, അതാ മാജിക്കൽ പെയിന്റിംഗ് ബോർഡിൽ ഒന്നുകൂടെ വരച്ചാൽ മതിയായിരുന്നു. ഇത്രയ്ക്കും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താ ചെയ്യാ, ഈ വണ്ടി അടിച്ചു മാറ്റിയില്ലെങ്കിലേ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഈ വണ്ടി അടിച്ചു മാറ്റി. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.